ഹായ്, അപ്പം എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് വീണ്ടും ഞാനും എൻ്റെ ചട്ടിയും കൂടി വന്നിട്ടുണ്ട്. ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നറിയോ? ഇന്നലെ ഞാൻ ചാളക്കറി വെച്ചു. ചില സ്ഥലത്ത് മത്തി എന്നൊക്കെ പറയും. അപ്പോൾ ഈ തലേ ദിവസം കറി വെച്ച ചട്ടിയിൽ ചോറ് കുത്തിക്കഴിക്കുമ്പോൾ എൻ്റെ ഒരു സുഖമുണ്ട്. അപ്പോൾ ഞാനിതിൽ ചോറിട്ടിട്ടുണ്ട്. പിന്നെ ഐറ്റംസ് നമുക്ക് വേറെ കുറച്ച് വയ്ക്കാം. ഞാൻ പപ്പടം ചുട്ട് കഴിക്കാൻ ഒരാഗ്രഹം. അപ്പോൾ ഞാൻ പപ്പടം ചുട്ടത് വെച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ് കാണിച്ചരാവേ. കടുമാങ്ങ, മീൻകറി, പിന്നെ നൈസായിട്ടൊരു ഓംപ്ലേറ്റും, കുറച്ച് ഉപ്പിടാം. ഞാനിപ്പോൾ പുറത്ത് വന്നിട്ടായിട്ടിരിക്കണത്. എനിക്കിതുപോലെ കുറേ ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ പുറത്തൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ഇഷ്ടം. ഇവിടെയാണെങ്കിൽ നല്ല കിളികളുടെയും ഒക്കെ സൗണ്ട് ഇങ്ങനെ കേൾക്കാം. നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഓക്കെ. യൂഷ്വലി എന്നത്തെയും പോലെ തൈര്. ഇതായി എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചാൽ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ചട്ടിനെ കുറച്ച് താഴ്ത്തി വയ്ക്കണം. ഏട്ടൻ ഞാൻ ചട്ടിയിലെന്ത് കഴിക്കാനാണ് പപ്പന്നെ വഴക്കുറി. എന്താ അത്? പക്ഷേ എനിക്കിങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടം. വല്ലപ്പോഴൊക്കെ നമ്മുടെ ഇഷ്ടം നോക്കണ്ടേ. അപ്പം അങ്ങനെ കഴിക്കാം. തൈര് ഒഴിച്ചു, മീൻകറി, അതിൻ്റെ കുറച്ച് ഗ്രേവി എടുക്കാം. ഓക്കേ. ഒന്നാമത് മീൻകറിയൊക്കെ പിറ്റേ ദിവസമൊക്കെ ഭയങ്കര ടേസ്റ്റ് കൂടും. അപ്പം ഇതുപോലെ ചട്ടിയിലിട്ട് കഴിക്കുമ്പോൾ അടിപൊളിയാണ്. ഒരു പുളിസൈ പീസ് എടുത്ത് കഴിക്കാം. കടുമാങ്ങ, സൂപ്പറാണ്. എല്ലാവരും ഇങ്ങനെയൊക്കെ കഴിച്ച് നോക്കണേ. പിന്നെ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? ഇങ്ങനെ കഴിക്കാറുണ്ടോ? നിങ്ങളുടെ കോമ്പിനേഷനൊക്കെ എങ്ങനെയാണ്? അതൊക്കെ എനിക്ക് പറയാൻ തരണം. ഓക്കെ. തൈരും മീനൊന്നും ഒരുമിച്ച് കഴിക്കാൻ പാടില്ലെന്നൊക്കെ പറയും. പക്ഷേ അങ്ങനെ കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ്. ചില പറയും ദഹനമൊക്കെ നടക്കാൻ നല്ലതാണ് തൈരൊക്കെ കഴിക്കുന്നത്. അതാണ് നമ്മൾ ഈ നോണും ബിരിയാണിയൊക്കെ കഴിക്കണതിൻ്റെ ഒപ്പം സാലഡ് കഴിക്കണേ. ഓക്കെ. നല്ല കാറ്റുണ്ട് ഇവിടെ. നിങ്ങൾക്കൊക്കെ എന്താ സ്പെഷ്യൽ? കമൻ്റ് ഇടൂ. നല്ല കാറ്റ്. ചുട്ട പപ്പടം അടിപൊളിയാണ്. കുറേ കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കുമ്പോൾ ഇതിനൊക്കെ വല്ലാത്തൊരു ടേസ്റ്റാണ്. ഓക്കെ, ബൈ. പിന്നെ കാണാം.